Okay, good afternoon, everyone. Good afternoon, ma'am. Yeah, good afternoon. Good afternoon, ma'am. Yeah, good afternoon. Okay, sorry for Good the afternoon, ma'am. Okay, good afternoon. Sorry. Okay, നമ്മള് പിന്നെ എന്തെങ്കിലും വിശേഷം സുഖാണോ? പറയൂ. Okay ആണോ? സുഖാണോ? Fine, ma'am. Fine. Yeah. Okay, then നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ഏത് ടോപ്പിക് ആയിരുന്നു? Direct and speech. Okay. എവിടെ വരെ എടുത്തു? ക്ലിയർ ആയിരുന്നോ? എക്സാമ്പിൾസ് ചോദിച്ചു. ഇന്ന് അതിന്റെ മാറുന്നത് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടായിരുന്നു. കേട്ടില്ല, ക്ലിയർ ആയില്ല. പ്രസന്റ് പാസ്റ്റ് ടെൻസിലേക്ക് മാറുന്നു. അതിന്റെ 4 ഫോം. ഓക്കെ, പ്രസന്റ് ക്ലിയർ ആയിരുന്നു നിങ്ങൾക്ക്? യെസ്. നമ്മൾ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് പാസ്റ്റിലേക്കാണ് പോവാ. പ്രസന്റ് ടെൻസ് ക്ലിയർ അല്ലേ? അത് നമ്മുടെ ടെൻസ് വൈസ് ആണ് ചേഞ്ചസ് വരുന്നത്. ഓക്കെ, സോ ഇനി പാസ്റ്റ് ടെൻസ് എടുക്കാലോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം എല്ലാ ടെൻസും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് നോക്കാം. സിമ്പിൾ പാസ്റ്റിലെ ഒരു സെന്റൻസ് അല്ലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ടെൻസിലേക്ക് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് മാറ്റാം. ഓക്കെ, സിമ്പിൾ പാസ്റ്റിലെ ഒരു സെന്റൻസ് വരുമ്പോ നമുക്ക് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ടെൻസ് എങ്ങോട്ടേക്കാണ് മാറ്റേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് മാറ്റാം കേട്ടോ. സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുന്നു. ഓക്കെ, then പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കാണ് മാറാം. ഓക്കെ, ക്ലിയർ? യെസ്. then പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും അവിടെ വരുന്നില്ല കേട്ടോ. ഒരു സബ്ജക്റ്റിന് മാത്രം അവിടെ മാറ്റം വരുന്നുള്ളൂ, വേറെ ചേഞ്ചസ് ഒന്നും അവിടെ വരുന്നില്ല. ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാം സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് മാറ്റേണ്ടത്. എക്സാമ്പിൾ എടുത്തോളൂ. അപ്പോ രാജു സെഡ് ഐ ഈറ്റ് ആൻ ആപ്പിൾ. നമുക്ക് ആ സെന്റൻസ് കാണുമ്പോൾ നമുക്ക് അതറിയാം അത് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ. രാജു ഈറ്റ് ആൻ ആപ്പിൾ എന്ന് പറയുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മള് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങോട്ടേക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ആദ്യം പഠിച്ചു വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. ഓക്കെ, നമ്മളിത് എക്സാം വൈസിന് വേണ്ടി പഠിക്കുന്നതല്ല, എക്സാം ഒന്നും ഇല്ലല്ലോ നമുക്ക്, അപ്പൊ ആ രീതി പഠിക്കുന്നതല്ല. പക്ഷെ ഇതെല്ലാം അറിഞ്ഞു വെക്കണം. നമുക്ക് നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ പോലും നമുക്ക് അത് ഉപകാരപ്പെടും. എന്തായാലും നമ്മൾ ഗ്രാമർ പഠിക്കുകയാണ് അല്ലെ, അപ്പൊ എല്ലാം പഠിക്കാം. അപ്പോ ഐ ഏറ്റ് ആൻ ആപ്പിൾ എന്ന് പറയുന്ന സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോ എന്ത് വരും? രാജു സെഡ് ദാറ്റ്. പെർഫെക്റ്റ് ആണ് അല്ലെ, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോ ഹാഡ് വരും അല്ലെ. അപ്പോ രാജു സെഡ് ദാറ്റ് ഹി ഹാഡ് ഈറ്റൺ അല്ലെ, V3 ഫോം ആണ് വരാം. ഹി ഹാഡ് ഈറ്റൺ ആൻ ആപ്പിൾ. രാജു സെഡ് ദാറ്റ് ഹി ഹാഡ് ഈറ്റൺ ആൻ ആപ്പിൾ. ഓക്കെ, then past continuous. Veena said I was reading a novel. Veena said I was reading a novel. അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കാണ് മാറാം. അപ്പൊ ഇങ്ങനെ വരും Veena said that she has been reading has been ആണ് വരാം, has been ആണോ വരാം? Veena said that she has been or she had been. Which is correct one, which is correct use and past perfect continuous. വരാം. നിങ്ങൾക്ക് ടെൻസ് ക്ലിയർ അല്ലേ? ടെൻസ് നിങ്ങൾക്ക് മനസ്സിലായി, കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ?
ടെൻസ് പോർഷൻ എടുത്തപ്പോ ക്ലിയർ ആയിരുന്നോ? അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാൻ പറ്റില്ല കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞോളൂ, ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ എടുക്കാം. അതുകൊണ്ടാണ് ചോദിക്കുന്നേ. ഡൗട്ട് ഉണ്ടോ? ടെൻസ് അറിയാതെ നിങ്ങൾക്ക് ഇതൊന്നും ഒന്നല്ല, അതൊക്കെ ഒരു കാര്യവും ഇംഗ്ലീഷിൽ ചെയ്യാൻ പറ്റില്ല. ടെൻസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ എടുക്കണമെങ്കിൽ ഞാൻ എടുക്കാം. ഡൗട്ട് ഉണ്ടോ? ടെൻസ് മറന്നു പോവാ, മാറി പോവാ മിസ്, ഇടയ്ക്ക് ഓർമ്മ കിട്ടണില്ല. ഓക്കെ, കാരണം ടെൻസ് ഇല്ലാതെ നമുക്കിത് പഠിച്ചിട്ട് കാര്യമില്ല, അതൊന്നും മനസ്സിലാവില്ല. അതാണ് നിങ്ങളിങ്ങനെ വണ്ടടിച്ചിരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് പറയുമ്പോ ചോദിക്കുമ്പോ ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് ടെൻസ് അത്രയും ഫ്ലുവൻസ് അല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ആർക്കൊക്കെ മനസ്സിലായിട്ടില്ല ടെൻസ്? ഒന്ന് ബി ഓണസ്റ്റ്, കറക്റ്റ് ആയിട്ടൊന്ന് പറയും. ഞാൻ മിസ്സിന് എന്തെങ്കിലും വിചാരിക്കുവോ, മിസ്സിന് എന്തെങ്കിലും തോന്നോ, അതൊക്കെ ഒന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ പറയൂ. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ ഒന്നുകൂടി എടുക്കാം. കാരണം നിങ്ങൾക്കത് പഠിപ്പിച്ച് തരേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? ഇത്രയും മാസം ഞാൻ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് ടെൻസ് മനസ്സിലായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷ് ടീച്ചർ ഗ്രാമർ പഠിപ്പിച്ചു, പക്ഷെ ഞങ്ങൾക്ക് ടെൻസ് ഇപ്പോഴും അറിയില്ല എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടല്ലേ, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരേണ്ട എന്റെ ഒരു കടമയല്ലേ? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പറയാ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങൾക്ക് അറിയില്ല മിസ്, എനിക്കത് മനസ്സിലായില്ല, ഒന്നുകൂടെ എടുക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷമാണ്, ഞാൻ ഒന്നുകൂടെ എടുക്കും. അത് ഒറ്റക്കൊറ്റക്ക് ചോദിച്ചുമ്പോ കിട്ടും. ഇത് ഇടയിൽ ഇങ്ങനെ കലർന്നു വരുമ്പോഴാണ് പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, ഞാൻ എന്നാലൊരു കാര്യം ചെയ്യട്ടെ. ഞാനിപ്പോ ഞാൻ ഓരോ ടെൻസും ചോദിക്കാം. അതിന്റെ സ്ട്രക്ചേഴ്സ് ഒന്നൊക്കെ എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യും എല്ലാവരും. ആരും പറയണ്ട. പറയുമ്പോ ചിലപ്പോ ഓരോരുത്തർ അത് കേട്ടിട്ട് പിന്നെയും അതന്നെ പറയും, റിപ്പീറ്റ് ചെയ്ത് പറയും. ഒരു കാര്യം ചോദിക്കും, ടെക്സ്റ്റ് ചെയ്യും. ഞാൻ ചോദിക്കുന്ന എല്ലാ ഓരോ ടെൻസിന്റെയും സ്ട്രക്ചേഴ്സ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ, പാസ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്താ? എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും. പ്രസന്റ് കണ്ടിന്യൂസ്. തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റിക്കൊണ്ടേ, ഇത് തെറ്റോ ഇല്ലെന്ന് അറിയാനാണ്. തെറ്റിയാലും കുഴപ്പമില്ല കേട്ടാ. പ്രസന്റ് കണ്ടിന്യൂസ്. രണ്ടുപേരും മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. ഓരോരുത്തർക്ക് അറിയോ ഇല്ലെന്ന് അറിയണ്ടേ ഞാൻ. ഇനി അറിയില്ല, എനിക്ക് അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചോദിക്കൂ, ഞാൻ പറഞ്ഞു തരാം. Subject plus am, is, are plus ing ആണ് അല്ലെ? പ്രസന്റ് ടെൻസിലെ ഓക്സിലറീസ് ആണ് is, am, are. അപ്പൊ കറക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു സെന്റൻസ് കൂടെ പറയുകയാണെങ്കിൽ എന്താണ് പ്രസന്റ്? അപ്പോ എന്താ ഇനിയിപ്പോ പറയാ? ഞാൻ ഇംഗ്ലീഷ് നോട്ട് എഴുതുകയാണ്. എങ്ങനെയാ പറയാ? ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി. ഞാൻ ഇംഗ്ലീഷ് നോട്ട് എഴുതുകയാണ്. I am writing English notes. I'm writing English notes. Okay. I'm writing English notes. Okay. Then the next one, future perfect. Future perfect word. That means
Future perfect. Future perfect is structured. എല്ലാവരും പറയൂ. സുഹാന ആൻഡ് അശ്വതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും. Okay. Subject plus we will have plus V3. Yes. Subject plus we will have plus V3 ആണ് കറക്റ്റ് ആണ് കേട്ടോ. Then അതിന്റെ മലയാളം മീനിങ് ഒക്കെ അവൻ അവൻ ആ സിനിമ കണ്ടിട്ടുണ്ടാകും. അവൻ ആ സിനിമ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ആ മൂവി അല്ലെങ്കിൽ അവൻ ഫിലിം കണ്ടിട്ടുണ്ടാകും. Yeah. He will have watched a movie or watched that film or that movie. That ആ film എന്ന് പറയുമ്പോൾ that use ചെയ്യണം. He will have watched that film. Yes. Then the next one, past perfect continuous. Past perfect continuous. Past perfect continuous. Past perfect continuous. Yes. Subject plus had been plus V plus V1 plus V plus ing. Has been ആണ് ട്ടോ. Had അല്ല. അപ്പൊ past perfect ഓ? Had been plus V3 ഓ? No. Shalini, had been കൂടെ നമുക്ക് ing form ആണ് ട്ടോ. അപ്പൊ had been plus go plus ing ആണേ. മാറിപ്പോകരുത് നോട്ട് ചെയ്ത് വെക്കാം. കാരണം ഹാഡിന് ശേഷമാണ് V3 വരാ. ഹാഡ് ബീൻ ഉണ്ടെങ്കിൽ അവിടെ ing വരണം. Subject plus had plus V3 ആണ് past perfect. Yes. Okay ആണ്, correct ആണ്. ഇനി next present perfect continuous. Present perfect continuous.
present perfect continuous ആണ്. Yeah. Subject plus has or have plus been plus ing ആണ്. Present. Okay, correct. Then future. Future. Yeah. Simple future പറയൂ. Simple future. ഇനിയിപ്പോ സിമ്പിൾ പാസ്റ്റ് പറയൂട്ടോ. കറക്റ്റ് ആണ്. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 ഓക്കെ ആണ്, കറക്റ്റ് ആണ്. ഇനി സിമ്പിൾ പാസ്റ്റ്. Yeah, subject plus V2 ആണ്. Simple past V2 ആണ്. Okay, then present continuous. Present continuous അല്ലേ ഞാൻ ചോദിച്ചേ? Yeah, റംഷീന present continuous ആണ്. Yeah, it's okay. അതിന് സോറി എന്താ പറയുന്നത്? സോറി വേണ്ട കേട്ടോ. Okay, then അപ്പൊ ടെൻസ് ഏകദേശം അറിയാലോ, പിന്നെന്താ പ്രോബ്ലം? ടെൻസ് അറിയാലോ, പിന്നെന്താണ്? പെട്ടെന്ന് ചോദിക്കുമ്പോഴാണോ? സ്ട്രക്ചേഴ്സ് ഒക്കെ എല്ലാവർക്കും ഏകദേശം അറിയാം. സ്ട്രക്ചർ അറിയാം മാം, പക്ഷെ പെട്ടെന്ന് ചോദിക്കുമ്പോ ഏത് ടെൻസാ വരുന്നേ, ഏതോ എക്സാമ്പിളില് ചെയ്യാൻ പറ്റണില്ല പെട്ടെന്ന്. ഓക്കെ, അപ്പോ എന്താണ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഈ സ്ട്രക്ചർ വേണം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വേറെ സീനൊന്നുമില്ല. അപ്പൊ റിപ്പോർട്ട് സ്പീച്ച് പഠിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാൻ ചോദിക്കാണ്. ഇനിയിപ്പോ ഒരു ക്വസ്റ്റ്യൻ തരാം. മീര സെഡ്, നോട്ട് എഴുതിക്കോ. മീര സെഡ് I wrote a letter. Meera said, I wrote a letter. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ തരട്ടെ? നമുക്ക് എക്സസൈസ് ചെയ്താലോ? അത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അതില് പ്രസന്റും ഇപ്പൊ പഠിച്ച പാസ്റ്റ് ഉണ്ടാവും കേട്ടോ. രണ്ടുമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് മീര സെഡ്, മീര സ്പ്രെഡ് letter. Mira said, I wrote a letter. Then
He said, I am playing cricket. They said we were learning English. She said, I have written a story. The boy said, I have been drawing picture. He said, I sing a song. I said, sorry. He said, I drove the car. He said, I drove the car. My mother said, I have been cooking dinner. My father said, I have been reading a newspaper. Sam said, I have been waiting for you. They said we went home. She said he was playing football. Okay. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇവിടെ പറയാം. ഓക്കെ.
ഓക്കെ, എല്ലാവരും കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞു പറയണം കേട്ടോ. അപ്പൊ ഒരുമിച്ച് ആൻസർ പറയാം. ഓക്കെ, മാം ഹലോ ഓക്കെ, രംഷീന പറയൂ. മാം സ്ക്രീൻ ഒന്ന് നേർക്കാക്കോ. സിമ്പിൾ സിമ്പിൾ ഫ്യൂച്ചർ ആണേ, സിമ്പിൾ പാസ്റ്റ് ആക്കോ. ഏതായിരുന്നു? നോട്ടാണോ? ഈ നോട്ട്സ് സ്ക്രീനിലുള്ള പാസ്റ്റ് ഒന്നാക്കി തന്നാ ആ, നോക്കൂ. യെസ്. എല്ലാരും കഴിഞ്ഞോ? ആൻസർ പറയട്ടെ എന്നാല്. The first one, ടൈം ഇല്ലല്ലോ. ഫസ്റ്റ് വൺ, Meera said I wrote a letter. I wrote a letter എന്ന് പറയുമ്പോ അത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? കറക്റ്റ് ആണോ നോക്കാട്ടോ. കറക്റ്റ് ആയി എന്ന് പറയാം. ആൻസർ ഞാൻ പറയാവേ. Meera said I wrote a letter. Meera said that she had written a letter. Okay. Then he said I am playing cricket. He said that I was, ആണോ അല്ലെങ്കിൽ he was ആണോ? He said that he was playing cricket. Yes. Next, they said we were learning English. They said that we എന്താകും? they ആയിട്ട് മാറും ട്ടോ. They said that എന്താ വരാ? They had been learning English. Yes. Next, she said I have written a story. She said that she had written a story. A story. Next, മാഡം അതിന് മുന്നേ ഉള്ളതില്ലേ, വി വർ ലേണിംഗ് ഇംഗ്ലീഷ് എന്നുള്ള അത് ഹാസ് ബീനോ ഹാഡ് ബീനോ? പാസ്റ്റ് അല്ലേ ഇത്? അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് അല്ലേ മാറാം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് തന്നെ മാറും. പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറണം. അപ്പൊ they had been learning English. ഓക്കെ മാം. Then he said I sing a song. He said that he ഇത് വരും സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുന്നു. He said that he sang a song. I said he drove the car. Sorry, he said I drove the car. He said that he had driven the car. Okay. My mother said I have been cooking dinner. My mother said that she had been cooking dinner. My father said I had been reading newspaper. My father said that he had been reading a newspaper. Where changes on the yeah. Then Sam said I have been waiting for you. Sam said he had been waiting for you. Then they said we went home. They said that they went home.
They had Gone gone home. home. Yes. She said he was playing football. She said that he had been playing football. Okay. Clear ആയോ? മനസ്സിലായോ എല്ലാവർക്കും? Present past clear ആയോ? Yes. ഇതാണ് ഇന്ന് റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണല്ലോ മിസ്സിംഗ് ഫോർത്ത് വണ്ണോ ഫോർത്ത് പറയാലോ. She said, I have written a story. എന്തായിരിക്കും? She said, I have written a story. She said that she had written a story. Have had ആയിട്ട് മാറും, പാസ്റ്റിലേക്ക് മാറും. പാസ്റ്റ് പെർഫെക്റ്റ് present perfect past perfect ലേക്കാണ് മാറുക. അപ്പൊ she said she had written a story. Okay. Fifth one. The boy said, I have been drawing picture. The boy said that he had been. Have been എന്ന് പറയുന്നത് present perfect continuous ആണ്. അപ്പൊ അത് past perfect continuous ലേക്ക് മാറും. അപ്പൊ the boy said that he had been drawing picture. Okay. അപ്പൊ പ്രസന്റും സെക്കൻഡ് ലാസ്റ്റ് he said I draw the car ആണോ അശ്വതി? പോയോ അശ്വതി? ഇതാണോ ഉദ്ദേശിച്ചത്? സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞ സെക്കൻഡ് പോർഷനിലെ ലാസ്റ്റ് വൺ ആണോ? He said I drove the car. He said that he had driven the car. Drive, drove, driven. Oh, he had driven the car. മാം ഈ പ്രിന്റിംഗിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? പ്രിന്റിംഗില് ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് സ്ക്രീനിലുള്ളതില് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് വീണ സെഡ് ദാറ്റ് ഷീ ഹാസ് ബീൻ എന്നാണ് എഴുതിയിട്ടുണ്ട്. അതെ തെറ്റാണ് കേട്ടോ. ഹാസ് അല്ല ഹാഡ് ആണ് കേട്ടോ. മിസ്റ്റേക്ക് ആണ്. അതുപോലെ ഫസ്റ്റ് ഓക്കെ മാം. ഇതുപോലെ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ നോട്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. മിസ്റ്റേക്ക് ആണ്. ഓക്കെ. അതുകൊണ്ട് എഴുതി വെക്കും. എന്റെ നോട്ടെല്ലാം കോപ്പി അടിക്കണ്ട കേട്ടോ. ടെൻസ് വൈസ് മാത്രം എഴുതിയെടുത്താൽ മതി. They said we went home. Yeah, they said that we എന്തായിട്ട് മാറും? റിപ്പോർട്ട് ചെയ്യുമ്പോ ഞങ്ങൾ എന്ന് പറയോ അല്ലെ? നമ്മള് പൊതുവെ ഇപ്പൊ ഞാൻ പറയാണ്, അവര് പറഞ്ഞു ഞങ്ങള് വീട്ടിൽ പോയി. അപ്പോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോ എന്താ പറയും? അവര് പറഞ്ഞു അവര് വീട്ടിൽ പോയി എന്ന് പറയാം അല്ലെ? അവരെന്നാ പറയാ. അപ്പൊ we they ആയിട്ട് മാറും. അപ്പൊ they said that they had gone home. We went എന്ന് പറയുന്നത് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഇത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. അപ്പൊ they said that they had gone home എന്ന് വരും കേട്ടോ. ഓക്കെ. അപ്പൊ ക്ലിയർ ആണല്ലോ. ഇത്രയൊക്കെയാണ്. യെസ്, ഗോ വെന്റ് ഗോൺ ഗോൺ ആണ്. അപ്പൊ ഇതൊക്കെയാണ് റിപ്പോർട്ട് സ്പീച്ച്. പ്രസന്റ് പാസ്റ്റ് പഠിച്ചു. കുറെ എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യാം. ക്ലിയർ ആകും. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഫ്യൂച്ചർ ടെൻസ് കൂടെ പഠിച്ചെങ്കിൽ കഴിഞ്ഞു. അതിനുശേഷം ആക്റ്റീവ് കോഴ്സിലൊക്കെ പോവാം കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് പഠിക്കാം. ദാറ്റ്സ് ഓൾ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ, യാ. സോ താങ്ക് യു all. See you on the next class. Okay, bye. Thank you, ma'am. Thank you, ma'am.